ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത പങ്കുവച്ച കുറിപ്പാണ്. മലങ്കര സഭ നെരിപ്പോട് പോലെ എന്നും നീറിപ്പുകയണമെന്നാഗ്രഹിക്കുന്ന കൗശലം ആരുടേതെന്ന് തലക്കെട്ടോടെ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമായി. ആ കുറിപ്പൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായി മലങ്കര സഭയിൽ നടന്നുവരുന്ന അസമാധാനവും തുടർന്ന് കണ്ട നിർഭാഗ്യകരവും അനധികൃതവുമായ കാര്യങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് എഴുതാമെന്ന് കരുതുന്നത്. മലങ്കര സഭയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവരുത് എന്നും ഒരു കറവ പശുവിനെ പോലെ കൗശലത്താലും അനാവശ്യ ഇടപെടലുകൾ നടത്തി ഭിന്നിപ്പിച്ചും കൂടെ നിർത്താമെന്ന് കരുതുന്ന ദൈവികമില്ലാത്ത ഒരു ശക്തി ഇന്നും തീരാശാപമായി ഈ പാവപ്പെട്ട സഭയ്ക്ക് മുകളിൽ കഴുക കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. വാട്സാപ്പും ഫേസ്ബുക്കും ഇല്ലാതിരുന്ന യാത്രാ സൗകര്യം തുലാം കുറവായിരുന്ന ഒരു കാലത്ത് മലങ്കര സഭയുടെ പ്രധാന ദേവാലയങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ പൂർവികർ മലങ്കര സഭ എൻ്റെ സഭ എന്ന ഒറ്റ വികാരത്തിൽ കൂനൻ കുരിശിൽ ആലാത്തിക്കെട്ടി പ്രതിജ്ഞ എടുത്ത് വേരോടെ പിഴുതെറിഞ്ഞ വൈദേശിക അടിമത്വത്തിന്റെ ദുഷിച്ച അവശിഷ്ടം ഒരു ക്യാൻസർ പോലെ ഇന്നും ഈ വിശുദ്ധ സഭയ്ക്ക് ഉള്ളിൽ വേദനയും മുറിപ്പാടും മാത്രം സമ്മാനിക്കുന്നു എന്നത് നാം വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടും വീക്ഷിക്കണം. വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി സഭാ മാതാവിനെ അപമാനിക്കുവാൻ കൂട്ടുനിൽക്കുന്ന ചിലർ ഈ അമ്മയുടെ മക്കളിലും ഉണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. രണ്ട് പിതാക്കന്മാർ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും കണ്ടു നിൽക്കുവാൻ ഇത്ര അസഹിഷ്ണുത എന്തിനാണ്? ഏത് ആത്മാവാണ് ഇവരിൽ വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പള്ളിപ്പിടുത്തം, ശവമടക്കൽ സമ്മതിക്കുന്നില്ല, കലഹമുണ്ടാക്കുന്നു, സഹോദര സമൂഹത്തോട് കരുണയോ നീതിയോ കാണിക്കുന്നില്ല തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങളാണ് സഭാ തർക്ക വിഷയത്തിൽ മലങ്കര സഭ കേൾക്കേണ്ടി വന്നത്. ആടുണ്ടോ അങ്ങാടി അറിയുന്നു എന്ന് പറയുന്നത് പോലെ ഇതേക്കുറിച്ച് ഒന്നും കാര്യമായി അറിയാത്ത മറ്റു സഭകളും പൊതുസമൂഹവും സർക്കാരും ഒന്നായി നിന്ന് മലങ്കര സഭയെ ഒറ്റപ്പെടുത്തി. സഭയുടെ കേസ് ഹൈക്കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ഒരു റഫറൻഡം നടത്തി അവസാനിപ്പിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാതോലിക്ക ബാവ ആയിരുന്ന പരിശുദ്ധ ബസലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ അതിന് സമ്മതമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ രേഖാമൂലം അറിയിച്ചു. എന്നാൽ മറുവിഭാഗം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നും കോടതി വിധിയിലൂടെ നീതി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴെല്ലാം മറുവിഭാഗത്തിന് ഒരേ നിലപാടായിരുന്നു. ഓർത്തഡോക്സ് വിഭാഗം സമവായത്തിന് തയ്യാറായി അഭിപ്രായം അറിയിച്ചു. പാത്രിയാർക്കീസ് വിഭാഗം തയ്യാറായില്ല. മാത്രവുമല്ല, 2017 കേസിന്റെ വാദം നടക്കുമ്പോൾ സമവായത്തെക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് ഓർത്തഡോക്സ് വിഭാഗം സമ്മതമാണ് എന്ന് അറിയിക്കുകയും അതേസമയം മറുവിഭാഗം തങ്ങൾക്ക് സമവായത്തിന് തയ്യാറല്ലെന്നും വി എക്സ്പെക്റ്റഡ് ഓൺലി ജസ്റ്റിസ് ത്രൂ കോർട്ട് വെഡിക്റ്റ് എന്നും കോടതിയെ ബോധിപ്പിച്ചു. മാത്രവുമല്ല, ഈ വിധി മലങ്കര സഭയിലെ എല്ലാ പള്ളികൾക്കും ബാധകമാകണമെന്നും പാത്രിയാർക്കീസ് വിഭാഗം കോടതിയിൽ ഒരു പടി കൂടി കടന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് വാസ്തവമായി ഉണ്ടായത്. മലങ്കര സഭയുടെ ഭരണഘടന രജിസ്റ്റേർഡ് അല്ലാത്തതിനാൽ അതിന് നിയമസാധുത ലഭിക്കില്ലെന്നും പള്ളികളുടെ രജിസ്റ്റേർഡ് ഉടമ്പടികൾക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കുമെന്ന മിഥ്യാധാരണ ആയിരുന്നു ആരംഭം മുതൽ സമവായത്തിന് മറുവിഭാഗം തയ്യാറാകാതിരുന്നത്. 95 കേസ് അവർ തോറ്റു. തുടർന്ന് ഭൂരിപക്ഷ പ്രകാരം മലങ്കര മെത്രാപ്പൊലീത്തായി തെരഞ്ഞെടുക്കണമെന്ന് അവർ കോടതിയിൽ വീണ്ടും വിധി നടത്തിപ്പ് ഹർജി കൊടുത്തു. നീതി നിർവഹണത്തിന്റെ ഭാഗമായി സഭാ ഭരണഘടനയിലെ പ്രാതിനിധ്യ സ്വഭാവം ഇടവക അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി അമെൻഡ് ചെയ്യണമെന്ന് അവർ കോടതിയോട് അപേക്ഷിച്ചു. ഓർത്തഡോക്സ് വിഭാഗം ഈ വാദം അംഗീകരിച്ചു തയ്യാറായി. കോടതിയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട് സഭ ഭരണഘടന അമെൻഡ്മെന്റ് ചെയ്തു. അസോസിയേഷൻ അതുപ്രകാരം 2002 സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിൽ നടത്തുവാൻ വിധിയായി. കോടതി ചെലവ് തുല്യമായി ഇരുവിഭാഗവും കെട്ടിവെച്ചു. എന്നാൽ അസോസിയേഷൻ പ്രാതിനിധികളുടെ ലിസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് ഉറപ്പായ പാത്രിയാർക്കീസ് വിഭാഗം അസോസിയേഷൻ ബഹിഷ്കരിക്കുകയും പുത്തൻകുരിശിൽ സമാന്തര അസോസിയേഷൻ കൂടി പുതിയ ഭരണഘടനയും കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമപരമല്ലാത്ത ആ ഭരണഘടന അസാധുവാക്കി പ്രഖ്യാപിക്കുകയും സഭ ഒന്നേയുള്ളൂ എന്നും സമാന്തര ഭരണം പാടില്ല എന്നും അതിന് ഭരണഘടന 34 പാസ്സാക്കിയത് മാത്രം സാധ്യതയുള്ളത് എന്നും അത് ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതും ആകുന്നു എന്നും. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ മലങ്കരയിലെ അധികാരം വാനിഷിംഗ് പോയിന്റിലാണെന്നും വിധിയുണ്ടായി. മറുവിഭാഗം ഒരു പുതിയ സഭയായി പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട കോടതിയും ഭരണ സംവിധാനത്തിന് എതിരായ മറുവിഭാഗം വ്യാജ പ്രചരണം നടത്തി അക്രമ പരമ്പര സൃഷ്ടിച്ചു. ഇതിനെല്ലാം വിദേശ സഹായം ലഭിച്ചുകൊണ്ടിരുന്നു. സമവായത്തിന് തയ്യാറാകാതിരുന്നത് ആരാണ്? മലങ്കരയിൽ അസമാധാനം സൃഷ്ടിക്കുന്നത് ആരാണ്? സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ ഈ മണ്ണിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശവും ഉണ്ട് എന്നിരിക്കെ ഇവിടെ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ആരാണ്? വട്ടശ്ശേരിയിൽ തിരുമേനി മുതൽ
പരിശുദ്ധ പൗലോസ് രണ്ടാമൻ ബാവ വരെ കേട്ട പഴിയും അനുഭവിച്ച പീഡനവും അപമാനവും ഈ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലായിരുന്നില്ലേ? ഇന്നും ഈ സഭയുടെ പിതാക്കന്മാരെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നതും വ്യാജ പ്രചരണം നടത്തുന്നതും ആരാണ് എന്ന് സമീപകാല സംഭാവനകൾ വിളിച്ചു പറയുന്നില്ലേ? സത്യത്തെ കുഴിച്ചുമൂടിയ 3-ാം ദിവസം അത് ഉയർത്തെഴുന്നേൽക്കുമെന്നത് ആരും മറക്കരുത്. തള്ളിക്കളഞ്ഞ 95, 2002, 2017 തുടങ്ങിയ കോടതി വിധികൾ ഇന്ന് തലയ്ക്ക് മലങ്കര സഭയിൽ കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മീതെ വാളുപോലെ ഉയർന്നു നിൽക്കുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. മലങ്കര സഭ സ്വതന്ത്ര സഭയാണ്. അതിന് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട്. ഈ സഭയെ സഹായിച്ചവരോട് മലങ്കര സഭയ്ക്ക് എന്നും സ്നേഹവും കടപ്പാടുമുണ്ട്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തമോ അനാവശ്യ ഇടപെടലിനുള്ള പഴുതുമല്ല. നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി മലങ്കര സഭ ഒരു കാലത്ത് അനുഭവിച്ചതാണ്. പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിക്ക് പിന്നിൽ മലങ്കര സഭാ മക്കൾ പാറ പോലെ ഉറച്ചുനിന്ന് വിദേശ ആധിപത്യത്തിന് എതിരെ ജീവൻ പണയം വെച്ചും പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കുവാൻ മലങ്കര സഭ ആരെയും അനുവദിക്കില്ല. നിറങ്ങി വരുന്ന നേരാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കാലവും മലങ്കര സഭ ആയിരുന്നു ശരിയെന്ന് ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നു. എല്ലാ സഭകൾക്കും ഈ മണ്ണിൽ സ്വതന്ത്രമായ ആരാധന നടത്തുവാനും ശുശ്രൂഷ നിർവഹിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യുവാനോ തടയുവാനോ ആർക്കും സാധ്യമല്ല. ആത്മീയതയുടെ മറവിൽ കോടതി വിധികളെ വെല്ലുവിളിക്കുന്നവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. മലങ്കരയിൽ എപ്പിസ്കോപ്പയെ വാഴിക്കുന്നതും മുടക്കുന്നതിനുമുള്ള അവകാശം ഇവിടുത്തെ സഭാധ്യക്ഷനിൽ മാത്രം നിലനിൽക്കുന്ന അധികാരമാണ്. അതിന് വിദേശ കൈകടത്തൽ അനുവദിക്കുവാൻ സാധിക്കുകയില്ല. അത്തരം അനധികൃത ഇൻഡാസുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ മലങ്കര സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മലങ്കര സഭയിൽ അസമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കുവാനും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവരെ ഒറ്റപ്പെടുത്തുവാനും മലങ്കര മക്കൾക്ക് സാധിക്കണം. മലങ്കര സഭയിൽ ശാശ്വത സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടല്ലോ, ഇതാണ് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത പങ്കുവച്ച കുറിപ്പ്. ഈ കുറിപ്പിലുണ്ട് എല്ലാ കാര്യങ്ങളും. എന്നും എക്കാലത്തും മലങ്കരയിൽ കലഹമുണ്ടാക്കുന്നതും അതിന് മരുന്നിട്ട് കൊടുക്കുന്നതും പാത്രിയാർക്കീസാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് പാത്രിയാർക്കീസിൻ്റേത്. മലങ്കര മക്കളെ പരമാവധി ചൂഷണം ചെയ്ത് കിട്ടാവുന്ന പണം കൊണ്ട് പോവുക, അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത് മലങ്കര മക്കൾ തിരിച്ചറിയണം. മലങ്കരയിൽ വന്ന് മലങ്കര മക്കളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ ഇനിയും നമ്മൾ നിന്നു കൊടുക്കണോ എന്ന് ചിന്തിക്കണം.